എൻ്റെ മുടിയൊക്കെ ചിലപ്പം കീമോ ഒക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളോടത് പറയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്നിനും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം, സ്നേഹം വേണം. സോ അതല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ച് പറഞ്ഞതല്ല. ഇന്നലെ തന്നെ ഒരു ചാനലിലൂടെ, മെയിൻ സ്ട്രീം ആണ് ചാനലിലൂടെ എൻ്റെ ഇന്റർവ്യൂ കണ്ടു കാണും. സോ അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് അറിയിച്ചു. അത് നാളെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അതിന് മുന്നേ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ച്. കാരണം ഇതിൻ്റെ അടിയിലും കമന്റ്സുകൾ വരും, ഒരു കള്ളാ പറയുന്നതൊക്കെ. ഇതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിൻ്റെ ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, സ്കാനിങ് റിപ്പോർട്ട്. അതുപോലെ എൻ്റെ എന്താ പറയുക, ഇതൊക്കെ മാമോഗ്രാം എംആർഐ റിസൾട്ട് കാര്യങ്ങളാണ്. അതുപോലെ ഇതിനകത്ത് പിന്നെയുള്ള പെറ്റ് സ്കാൻ റിപ്പോർട്ട്. പെറ്റ് സ്കാൻ ഇതാണ്. ഇതൊക്കെ നിങ്ങൾ പെറ്റ് സ്കാൻ എന്താണ് ക്യാൻസർ വന്ന പേഷ്യൻസിനോ നിങ്ങൾക്ക് പറയാം. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എവിടെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് നിങ്ങളോട് വേറെ ഒന്നും പറയാൻ വന്നല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും വേണം. എനിക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്നെ ഒരുപാട് പേര്, എൻ്റെ കൂട്ടുകാരാണെങ്കിലും എൻ്റെ കരിഷ്മയാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ചേച്ചിയാണെങ്കിലും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പേര് ഞാൻ പറയുന്നത്, ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ അത് ലിംബ് നോഡുകളിലൊക്കെ ഇച്ചിരി അല്ലെ പടർന്ന് നമ്മുടെ കക്ഷത്തിലോട്ടും അതുപോലെ ഹാർട്ടിന്റെ മസിലോട്ടും അതുപോലെ ലങ്സിലോട്ടും ചെറുതായിട്ട് ഒന്ന് സ്പോട്ട് ആയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം നിങ്ങളോർക്കും ഞാനെന്ത് ഇങ്ങനെ സംസാരിക്കാം. സത്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിലായ വേദന ഞാൻ സത്യം പറയട്ടെ. ഞാനത് കരഞ്ഞാൽ നിങ്ങൾ എന്നെ പോലെ കുറെ പേരൊക്കെ ഉണ്ട്, എന്നെ പോലെ വിഷമം അനുഭവിക്കുന്ന ഒരു അസുഖമായിട്ട്. അവർക്ക് ഞാൻ എന്നും എന്നെ ഒരു മാതൃക ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അവരോടൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം വന്നാലും നമ്മൾ ഒരിക്കലും ആ അസുഖം വന്ന് നമ്മൾ തളരരുത്. ഇപ്പം ഞാൻ നിൽക്കുന്നില്ല, അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ വേദനകളൊക്കെ കാണാം. നമ്മളിപ്പോൾ കീമോ ഒക്കെ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ തന്നെ നമുക്ക് പറയുന്നത് വേണ്ട, നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളൊക്കെ വരേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അപ്പം ഞാൻ നിൽക്കുന്നില്ല അതുപോലെ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, രേണുസുധിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ളിലൊരു വലിയ വിങ്ങൽ അനുഭവപ്പെടാത്തവരായി ആരും കാണില്ല. തന്റെ തലയിലെ മുടി കൊഴിഞ്ഞു പോയേക്കാമെന്ന് വളരെ ശാന്തമായി എന്നാൽ ഉള്ളിലെ സങ്കടം ഒതുക്കി അവർ പറയുമ്പോൾ ഏതൊരാൾക്കും ഒരു നൊമ്പരം ഉണ്ടാകും. ഈ അവസരത്തിൽ അവർ ചോദിക്കുന്നത് കാശോ പണമോ ഒന്നുമല്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതെന്താ വെച്ചാല്, പണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന് മോശം കമന്റുകൾ ഇടുന്നവരുണ്ട്. ഒരു മനുഷ്യൻ അസുഖത്തോട് പൊരുതുന്ന, ജീവിതത്തിലേക്ക് തിരികെ വരാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്തെങ്കിലും ദയവ് ചെയ്ത് അത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കണം. അവരെ വാക്കുകൾ കൊണ്ട് തളർത്തരുത്. കാരണം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കാതിരിക്കുക. അവർ അവരുടെ ഇഷ്ടത്തിന് എന്തോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യുകയോ ലൈവ് വരികയോ സബ്സ്ക്രിപ്ഷൻ ലൈവ് വരികയോ എന്താ വെച്ചാൽ അവർ ചെയ്തോട്ടെ. നമുക്ക് എന്താണ്, നമുക്കിതിലൊന്നും ഒരു റോളും ഇല്ലെന്ന് കരുതുക. അവരെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക, അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക. അതോടൊപ്പം അവര് പെട്ടെന്ന് സുഖപ്പെട്ട് വരാൻ ആഗ്രഹിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.